ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റി ട്രയൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏതൊരു ഫുഡിന്റെ കൂടെയും തൊടുകറിയായി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് നാരങ്ങ അച്ചാർ. പലരും പല രീതിയിലാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അച്ചാറിടാൻ എല്ലാവരും വിദഗ്ധരാണ്. പക്ഷെ എങ്കിലും വെറൈറ്റി ആയിട്ട് നമ്മളുടെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ നാരങ്ങ അച്ചാറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എളുപ്പത്തിൽ വളരെ വേഗത്തിൽ എങ്ങനെ നാരങ്ങ അച്ചാർ ഇടാമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ അച്ചാർ തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ 1 കിലോ, ഉപ്പ് 8 ടേബിൾ സ്പൂൺ, ഓയിൽ 1/2 കപ്പ്, ഉലുവ 1 ടീസ്പൂൺ, കടുക് 1.5 ടീസ്പൂൺ, ഇഞ്ചി 1/4 കപ്പ്, വെളുത്തുള്ളി 1/2 കപ്പ്, പച്ചമുളക് 3 എണ്ണം, കറിവേപ്പില 4 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, വിനാഗിരി 2 ടേബിൾ സ്പൂൺ. ഇനി അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കിലോ നാരങ്ങ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി അടുപ്പത്ത് വയ്ക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കണം. ഇനി നല്ലവണ്ണം തിളപ്പിക്കരുത്, ഫ്ലെയിം കുറച്ച് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു 4-5 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം 4-5 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ഇതിൻ്റെ തൊലി പതുക്കെ പൊട്ടാൻ തുടങ്ങും. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നാരങ്ങയിലുള്ള വെള്ളം ഊറ്റിക്കളയാം. ഇനി നമുക്ക് നാരങ്ങ ഓരോന്നായി എടുത്ത് അതിലെ വെള്ളം കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടോ നമുക്ക് തുടച്ചെടുക്കാം. നാരങ്ങയിൽ ഒട്ടും വെള്ളം ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ അച്ചാറിടാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും വെള്ളത്തിൻ്റെ നനവ് ഒട്ടും ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂപ്പൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. നാരങ്ങ ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായി നമുക്ക് ഇനി മുറിച്ചെടുക്കാം. ഇനി മുറിച്ചെടുത്ത നാരങ്ങയിലേക്ക് 7 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി സ്റ്റൗ കത്തിച്ച് അതിലേക്കൊരു പാനോ അല്ലെങ്കിൽ കടായിയോ വെക്കാം. ഇനി പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിടാൻ നല്ലെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ 1.5 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്ത പച്ചമുളകും 4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ ഏതാണ്ട് ഗോൾഡൻ കളറാകും. അപ്പോഴേക്കും നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി മുളകിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഫ്ലേവർ ഒന്ന് ബാലൻസ് ആക്കുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇനി ഉടനെ തന്നെ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ കൂടി നമുക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ നാരങ്ങയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും നമുക്ക് തൊടുകറിയായിട്ട് സൈഡിൽ വെക്കാവുന്ന അടിപൊളി നാരങ്ങ അച്ചാറാണ് നമുക്ക് റെഡി ആയിരിക്കുന്നത്. ഇനി തണുത്ത് കഴിയുമ്പോൾ നനവില്ലാത്ത അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു നാരങ്ങ അച്ചാർ അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റിലേക്ക് വരിക. ശരിക്കും പാകമാകുന്നത് 4-5 ദിവസം കഴിയുമ്പോഴേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാരങ്ങ അച്ചാറും നമ്മളുടെ ഇപ്പോൾ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കതുപോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.